മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ ഇതില് അനുഭവം എടുത്തു പറയാനുള്ള 25 വർഷത്തെ ഈ പൊതു സേവനം അല്ലെങ്കിൽ ഈ പൊതു പ്രവർത്തനത്തിൽ അത് പറയാതിരിക്കാൻ പറ്റും. എന്താണ്? അതായത് എനിക്കൊരു ഉമ്മായോ വാപ്പായോ എന്റെ അനാഥ മന്ദിരത്തിൽ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. മുസ്ലിം കുടുംബത്തിൽ അതാണ് വാപ്പായും ഉമ്മാനും ഉദ്ദേശിച്ചത്. അപ്പോ ആ വാപ്പായും ഉമ്മാനെ എനിക്ക് ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരും തേടി വന്നിട്ടു. തികച്ചും ഹിന്ദുക്കളായ വൃദ്ധ മാതാപിതാക്കളാണ് നമ്മുടെ അനാഥ മന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ. റൈഹാനെ മോനെ, നമ്മുടെ ഒന്നാമത്തെ പാഠം തന്നെ നല്ല സ്വഭാവങ്ങൾ എന്നുള്ള പാഠമാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മദ്രസ കിതാബിലെ ഒന്നാമത്തെ പാഠത്തിൽ നല്ല സ്വഭാവങ്ങൾ എന്ന് പറയുന്ന പാഠം വരാനുള്ള കാരണം? 5ാം ക്ലാസ്സിലെ പാഠത്തിൽ നമ്മുടെ മുഖസൗന്ദര്യത്തിന്റെ അഭാവം സ്വഭാവ സൗന്ദര്യം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് നമുക്ക് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ കാഴ്ചയിൽ വലിയ ഭംഗിയില്ലെങ്കിലും ആളുകൾക്ക് നമ്മുടെ പെരുമാറ്റം നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ നമുക്ക് നല്ല സൗന്ദര്യമുണ്ട്, പെരുമാറ്റം മോശമാണെങ്കിലും ആൾക്കാർക്ക് നമ്മൾ വെറുത്തു പോകും, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം റൈഹാൻ മോന് സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തത് നന്മ അധികരിപ്പിക്കുക. നല്ല കാര്യങ്ങളുണ്ടല്ലോ, ധാരാളമായി അത് ചെയ്യാൻ തയ്യാറാകുക. നല്ല വാക്ക് പറയുക. ആരോട് സംസാരിച്ചാലും നല്ല വാക്ക് പറയുക, മനോഹരമായ വാക്ക്, ആളുകളെ വേദനിപ്പിക്കാത്ത വാക്ക്. സംസാരം കുറക്കുക, വളരെ കുറഞ്ഞ നിലയ്ക്ക് സംസാരിക്കുള്ളൂ. വായാടിയാവരുത്. വായാടിത്തരം കൂടുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരും. നന്ദി ഉള്ളവനാവുക. നമുക്കൊരാളൊരു പേന തന്ന് സഹായിക്കുന്നു, എഴുതി കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ നന്ദി പറയുക. ഓക്കെ, സത്യസന്ധത. എന്ത് വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാലും സത്യം മാത്രമേ പറയാവുള്ളൂ. ഓക്കെ, പാപങ്ങൾ വെടിയുക. തെറ്റായിട്ട കാര്യമുണ്ടല്ലോ, വൃത്തികേടുകൾ പാടെ ഒഴിവാക്കുക. പ്രയാസങ്ങൾ സഹിക്കുക. എന്തെങ്കിലും വിഷം വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ സ്വയം അത് എന്ത് ചെയ്യുക? പ്രാപ്തനാവുക. മാതാപിതാക്കൾ, ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക. എന്താണ് അവരോടുള്ള കടമ? അനുസരിക്കുക. അതാണ് ഏറ്റവും വലിയ കടമ. അവർ പറയുന്ന അനുസരിക്കുക. അവർക്ക് വേണ്ടി അവരുടെ സാന്നിധ്യത്തിൽ മാത്രമല്ല, അവർ അസാന്നിധ്യത്തിൽ നമ്മുടെ ഉമ്മാക്കും വാപ്പക്കും, നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ ഗുരുനാഥർ, ടീച്ചേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ് ഇല്ലേ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ മദർസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ മാത്രമല്ല, നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ഉസ്താദന്മാരും ഗുരുനാഥൻ എന്നാണ് എൻ്റെ അർത്ഥം. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ പരമാവധി സഹായിക്കുക. കഴിയുന്ന പോലെ മറ്റുള്ളവർക്ക് സഹായിക്കുക. ആരെയും ഉപദ്രവിക്കാതിരിക്കുക ഏറ്റവും വലിയ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാൾക്ക് ഗുണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളെ എന്ത് ചെയ്യരുത്? പ്ലീസ് ഉപദ്രവിക്കരുത്. വലിയവരെ ബഹുമാനിക്കുക. ആരാവട്ടെ, ഏത് മതക്കാരും ആകട്ടെ, ഏത് മനുഷ്യരും ആകട്ടെ, മുതിർന്നവരെ ആദരിക്കുക. എങ്ങനെ ആദരിക്കുക? അവർ ഒരു സദസ്സിലേക്കാണെന്ന് നമ്മൾ നിന്ദിക്കുക. നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അവർ നിൽക്കുകയാണെങ്കിൽ നമ്മൾ മാറിക്കൊടുത്തിട്ട് അവർക്ക് ഇരിക്കാൻ പറയുക. അങ്ങനെ മുതിർന്നവരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കുക. ചെറിയവരെ സ്നേഹിക്കുക. ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരെ കാണുമ്പോഴൊക്കെ തലയിലേക്ക് തടവുക, അവരെ ഓമനിക്കുക. ഇതൊക്കെ അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ സ്വഭാവത്തിൽപ്പെട്ട അടയാളങ്ങളാണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ മദർസയിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ റൈഹാൻ ഞാൻ പഠിപ്പിച്ചെന്നില്ലേ? ഈ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്തെങ്കിലും മോശമാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല. കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മോശമാണെന്ന് തോന്നുവോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? കാരണം നല്ല കാര്യങ്ങൾ. ഈ പറഞ്ഞത് മുഴുവനും നല്ല കാര്യമാണ്. റൈഹാന്റെ ഈ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള പഠനത്തിനിടയിൽ എപ്പോഴെങ്കിലും മനസ്സിനും മോശമാണെന്ന് തോന്നുന്നത് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിച്ചത്? മദ്രസയിൽ മറ്റേ വാപ്പാനെ ഉമ്മാനെയൊക്കെ അനുസരിക്കണം. അവർക്കെതിരായും ചെയ്യരുത്. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കൂടെയുള്ളവരെല്ലാം സഹായിക്കണം. അവരെ ഒന്നും ഉപദ്രവിക്കരുത്. പിന്നെ പരിസരമെല്ലാം നമ്മൾ വൃത്തിയാക്കിയിരിക്കണം. പിന്നെ നിസ്കരിക്കേണ്ട എങ്ങനെയാന്ന് പഠിപ്പിച്ചു. മറ്റ് ഗുരുനാഥന്മാര്, ടീച്ചേഴ്സ്, അവരെ ആദരിക്കണം. അവരോട് മറ്റേ തെറ്റായ കാര്യങ്ങൾ പറയരുത്. മറ്റേ അവരോട് മറ്റേ ഈ തറുതലൊന്നും പറയരുത്. അതോടൊപ്പം മുതിർന്നവരെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരല്ലാത്ത മറ്റുള്ള മുതിർന്നവരാണെങ്കിലും അവരോട് ആദരവുണ്ടാകണം. അവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിൽക്കണം. അല്ല, ഇതൊക്കെ പഠിപ്പിച്ച് ഇതെന്തെങ്കിലും മോശമായ കാര്യമാണ്? അല്ല. കള്ളു കുടിക്കാൻ പറഞ്ഞു? ഇല്ല. കള്ളു കുടിക്കൽ എന്താന്ന് പറഞ്ഞു? ഹറാമാണെന്ന് പറഞ്ഞു. വ്യഭിചരിക്കലോ? ഹറാമാണെന്ന് പറഞ്ഞു. മോഷണമോ? ഹറാമാണെന്ന് പറഞ്ഞു. ചീത്ത പറയലോ? ഹറാമാണെന്ന് പറഞ്ഞു. അശ്ലീലം പറയലോ? ഹറാമാണെന്ന് പറഞ്ഞു. ആളുകളെ വേദനിപ്പിക്കുന്ന വർത്താനം പറയലോ? ഹറാമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
തെറ്റാണെന്നല്ലേ പറയുന്നത്? ആ അല്ലേ? ആ ഉമ്മനെ വാപ്പനെ ഇടങ്ങേറാക്കൽ ശരിയാണോ തെറ്റാണോ? തെറ്റ് തെറ്റ്. കള്ളു കുടിക്കൽ തെറ്റാണോ ശരിയാണോ? തെറ്റ് ആളുകളെ അസഭ്യം പറയൽ തെറ്റാണോ ശരിയാണോ? തെറ്റ്. ഇത് മുതിർന്നു കഴിയുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുമോ? ഇല്ല നിനക്ക് എന്ത് തന്നെ തോന്നുന്നു? അത്രയും മദ്രസ പഠിപ്പിച്ച് എന്തെങ്കിലും കാര്യം മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാ, അത് കേട്ടാൽ മതി.